ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ഹന. ഇന്ന് നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ അത്യാവശ്യമായിട്ടുള്ള കുറച്ച് സെൻറ്റൻസുകളാണ് കേട്ടോ പഠിക്കാൻ പോകുന്നത്. ഇന്ന് തിങ്കളാഴ്ചയല്ലേ, ഇപ്പോൾ എത്രയായി സമയം, 5 മണി ആയോ, അങ്ങനെ നമുക്ക് ഡെയിലി ലൈഫിൽ നമുക്ക് ആവശ്യമായിട്ട് വരുന്ന കുറച്ച് സെൻറ്റൻസസ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. സോ വിതൗട്ട് വേസ്റ്റിംഗ് ടൈം, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നമ്മുടെ നിത്യജീവിതത്തിൽ വളരെയധികം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അല്ലേ, സമയം എത്രയായി അല്ലെങ്കിൽ എത്ര മണിയായി എന്ന് നമ്മൾ ചോദിക്കും അല്ലേ. രണ്ട് വിധത്തിൽ നമ്മൾ മലയാളത്തിൽ ചോദിക്കും, എത്ര മണിയായി അല്ലെങ്കിൽ സമയം എത്രയായി എന്ന് നമ്മൾ ചോദിക്കും. ഇത് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കുക എന്ന് നമുക്ക് നോക്കാം. സമയം എത്രയായി അതെങ്ങനെയാണ് ചോദിക്കുക? വാട്ട് ടൈം ഇസ് ഇറ്റ്? വാട്ട് ടൈം ഇസ് ഇറ്റ്? എത്ര മണിയായി എന്നെങ്ങനെയാണ് ചോദിക്കുക? വാട്ട് ടൈം ഇസ് ഇറ്റ്? എൻ്റെ കൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ് പഠിക്കട്ടോ. വാട്ട് ടൈം ഇസ് ഇറ്റ്? വാട്ട് ടൈം ഇസ് ഇറ്റ്? 5 മണി ആയോ? ഇനി നമുക്ക് ഏകദേശമൊക്കെ സമയം അറിയാം, അപ്പം നമ്മൾ ചോദിക്കില്ലേ 5 മണി ആയോ എന്ന് ചോദിക്കും അല്ലേ. ഇതെങ്ങനെയാണ് ചോദിക്കുക? ഇസ് ഇറ്റ് 5 o'clock now? 5 മണി ആയോ എന്നെങ്ങനെയാണ് ചോദിക്കുക? Is it 5 o'clock now? Is it 5 o'clock now? Repeat it. Is it 5 o'clock now? സമയം ചോദിക്കണ പോലെ തന്നെ നമ്മൾ ചോദിക്കും അല്ലേ, ഇന്ന് ഏതാ ദിവസം? ചിലപ്പോൾ നമുക്ക് ഇട ദിവസങ്ങളിലൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാവും. ഇന്ന് ഏതാ ദിവസം? അത് നമ്മൾ എങ്ങനെയാണ് ചോദിക്കുക? ഇന്ന് ഏതാ ദിവസം? What day is it today? What day is it today? What day is it എന്ന് ചോദിച്ചാലും കുഴപ്പമില്ല, പക്ഷേ ക്ലാരിറ്റി കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ചോദിക്കാം വാട്ട് ഡേ ഇസ് ഇറ്റ് ടുഡേ? വാട്ട് ഡേ ഇസ് ഇറ്റ് ടുഡേ എന്ന് ചോദിക്കാം. എൻ്റെ ഒപ്പം റിപ്പീറ്റ് ചെയ്ത് പറയട്ടോ, ഇന്ന് ഏതാ ദിവസം? വാട്ട് ഡേ ഇസ് ഇറ്റ് ടുഡേ? വാട്ട് ഡേ ഇസ് ഇറ്റ് ടുഡേ? ഇന്ന് ബുധനാഴ്ചയാണോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ഇസ് ഇറ്റ് വെൻസ്ഡേ ടുഡേ? വെനസ്ഡേ എന്നല്ല കേട്ടോ പറയാ, വെൻസ്ഡേ. വെൻസ്ഡേ. അപ്പോൾ ഇന്ന് ബുധനാഴ്ചയാണോ? ഇസ് ഇറ്റ് വെൻസ്ഡേ ടുഡേ? ഇന്ന് ബുധനാഴ്ചയാണോ? ഇസ് ഇറ്റ് വെൻസ്ഡേ ടുഡേ? ഇസ് ഇറ്റ് വെൻസ്ഡേ ടുഡേ? ഇന്ന് തിങ്കളാഴ്ചയാണോ എന്നെങ്ങനെ ചോദിക്കും? ഒന്ന് കോമൻറ്റ് ചെയ്യട്ടോ. ഇനി നമ്മൾ പോകുന്നില്ലേ, നമ്മൾ പോണില്ലേ എന്നൊക്കെ ചോദിക്കില്ലേ, ഇതെങ്ങനെ ചോദിക്കുക? നമ്മൾ പോകുന്നില്ലേ? aren't we going? നമ്മൾ പോകുന്നില്ലേ? aren't we going? aren't we going? നമ്മൾ പോകുന്നില്ലേ എന്നെങ്ങനെയാണ് ചോദിക്കുക? aren't we going? നമ്മൾ പോകുന്നുണ്ടോ എന്നാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ചോദിക്കും? are we going? നമ്മൾ പോകുന്നുണ്ടോ എന്നാണെന്നുണ്ടെങ്കിൽ അതൊരു സ്ട്രേറ്റ് ക്വസ്റ്റ്യൻ ആണല്ലേ. are we going? നമ്മൾ പോകുന്നുണ്ടോ? are we going? നമ്മൾ പോകുന്നില്ലേ എന്നാണെങ്കിൽ aren't we going? aren't we going എന്ന് പറയാം. ഇനി നീ പോകുന്നില്ലേ ഇതെങ്ങനെ ചോദിക്കും? aren't you going? നീ പോകുന്നില്ലേ? aren't you going? അപ്പോൾ നീ പോകുന്നുണ്ടോ എന്നെങ്ങനെ ചോദിക്കും? നീ പോകുന്നുണ്ടോ എന്നെങ്ങനെ ചോദിക്കും? കമൻറ്റ് ഡൗൺ ബിലോ. ഇനി നമ്മൾ പോകുന്നുണ്ട്, ഇതിൻ്റെയൊക്കെ ചിലപ്പോൾ ഉത്തരം ഇങ്ങനെ ആയിരിക്കും അല്ലേ. നമ്മൾ പോകുന്നില്ലേ എന്നുള്ള ചോദ്യത്തിന് ചിലപ്പോൾ ഉത്തരം നമ്മൾ പോകുന്നുണ്ട് എന്നായിരിക്കും അല്ലേ. യെസ് വി ആർ. യെസ് വി ആർ. ഒന്നില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, അല്ലെങ്കിൽ യെസ് വി ആർ ഗോയിങ് എന്ന് പറയാം. നമ്മൾ പോകുന്നുണ്ട്, യെസ് വി ആർ, അല്ലെങ്കിൽ യെസ് വി ആർ ഗോയിങ്. ഡെഫിനറ്റ്ലി, തീർച്ചയായും നമ്മൾ പോകുന്നുണ്ട് എന്നാണെങ്കിൽ എങ്ങനെ പറയും? ഡെഫിനറ്റ്ലി വി ആർ ഗോയിങ് എന്ന് പറയാം. നമ്മൾ വീട്ടിൽ ചോദിക്കില്ലേ, നീ കഴിച്ചോ, നീ ഭക്ഷണം കഴിച്ചോ എന്നൊന്നും എപ്പോഴും ചോദിക്കണം എന്നില്ല അല്ലേ. നീ കഴിച്ചോ എന്നല്ലേ നമ്മൾ സിമ്പിളായിട്ട് ചോദിക്കുക. അതെങ്ങനെയാണ് നമ്മൾ ചോദിക്കുക? ഡിഡ് യു ഈറ്റ്? നീ കഴിച്ചോ? ഡിഡ് യു ഈറ്റ്? നീ കഴിച്ചോ? ഡിഡ് യു ഈറ്റ്? റിപ്പീറ്റ് ആഫ്റ്റർ മീ. ഡിഡ് യു ഈറ്റ്? നീ കഴിച്ചില്ലേ അതെങ്ങനെയാണ് ചോദിക്കുക? ഡിഡ്ന്റ് യു? നീ കഴിച്ചില്ലേ? ഡിഡ്ന്റ് യു ഈറ്റ്? നീ കഴിച്ചില്ലേ? ഡിഡ്ന്റ് യു ഈറ്റ്? ഇതേപോലെ തന്നെ നമുക്ക് മറ്റുള്ള സെൻറ്റൻസുകളും ഫ്രെയിം ചെയ്യാം കേട്ടോ. നിങ്ങളുടെ മനസ്സിലിപ്പോൾ വരുന്ന ഏതെങ്കിലുമൊക്കെ സെൻറ്റൻസുകൾ നിങ്ങൾ നീ കഴിച്ചോ, അതായത് ഇപ്പോൾ നീ പഠിച്ചോ, നീ പഠിച്ചില്ലേ അങ്ങനെ ചോദിക്കുക. നീ പഠിച്ചോ? ഡിഡ് യു സ്റ്റഡി? നീ പഠിച്ചില്ലേ? ഡിഡ്ന്റ് യു സ്റ്റഡി?
അങ്ങനെ 2 രീതിയിലും ഒന്ന് എഴുതി കമൻറ്റ് ചെയ്യട്ടോ. നിങ്ങൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന കുറച്ച് സെൻറ്റൻസുകൾ നിങ്ങളൊന്ന് മനസ്സിൽ ആലോചിക്കുക. നീ പോയോ? ഡിഡ് യു ഗോ? നീ പോയില്ലേ? ഡിൻറ്റ് യു ഗോ? അങ്ങനെ കുറച്ച് സെൻറ്റൻസുകൾ നമ്മൾ മനസ്സിൽ ഫ്രെയിം ചെയ്യുക. അത് നമ്മളുടെ തിങ്കിങ്, നമ്മളുടെ ചിന്ത ഇംഗ്ലീഷിൽ വരണം. അപ്പോൾ ഏറ്റവും നല്ലത് പിക്ചർ കണ്ടിട്ട് അതിനെ നമ്മൾ ഇംഗ്ലീഷിലേക്ക് ഫ്രെയിം ചെയ്ത് നോക്കുക. അല്ലാതെ മലയാളം സെൻറ്റൻസ് വെച്ചിട്ട് അതിനെ ഇംഗ്ലീഷിലേക്ക് ഫ്രെയിം ചെയ്യുന്നതിനേക്കാളും വളരെ നല്ലതാണ് നമ്മളൊരു പിക്ചർ കണ്ടിട്ട് അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക എന്നുള്ളത്. ഞാനിത് കഴിഞ്ഞിട്ട് ഒരു 3 പിക്ചേഴ്സ് ആഡ് ചെയ്യാം. അത് വെച്ചിട്ട് നിങ്ങൾ ഡിഡ് യു വെച്ചിട്ടും ഡിൻറ്റ് യു വെച്ചിട്ടും ഒന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയിട്ട് ഒന്ന് കോമെൻറ്റ് ചെയ്യട്ടോ. നമ്മളുടെ അഡൽട്സിന് വേണ്ടിയിട്ടുള്ള സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് ജൂൺ 1st വീക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഗ്രാമർ പഠിക്കാൻ തീരെ ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ടെൻഷനും വേണ്ട. നമ്മളിവിടെ ഗ്രാമറിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു ക്ലാസ് ആയിരിക്കില്ല. കംപ്ലീറ്റ്ലി സ്പോക്കൺ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സസ് ആയിരിക്കും. നിങ്ങളുടെ സ്പീക്കിംഗ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എന്തായാലും നമ്മളുടെ ക്ലാസ് കൊണ്ട് പറ്റും. അപ്പോൾ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. താങ്ക് യു.